ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ. ആ മൂലയിൽ നിൽക്കുന്ന ബെൽ ഐക്കൺ ഒന്ന് ഞെക്കിപ്പൊട്ടിക്കണേ. അപ്പൊ ഞാൻ ഇന്ന് അട്ടപ്പാടിയില് മൂന്നാമത്തെ ദിവസമാണ് അട്ടപ്പാടിയിൽ നമ്മളെ സഹോദരന്റെ വീട്ടിലായിരുന്നു താമസം. അവിടെ അപ്പൊ ഇദ്ദേഹം ഒരു ഊരിന്റെ ഏത് ഊരിന്റെ ആളാണ്? നിങ്ങള് കട്ടേക്കാട് ഊരിന്റെ ആദിവാസി ഊരിന്റെ ആളാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലേക്കാണ്, അല്ല വീടല്ല ഊരിലേക്കാണ് ഞാനിപ്പോ നിങ്ങളെ മൂപ്പരെ കൂടെ പോകുന്നത് കേട്ടോ. അപ്പം പിന്നെ അതിനു മുമ്പ് ഞാൻ പോകുന്നത് നമ്മളെ തോമസ് സാറില്ലേ, നമ്മളെ തോമസ് അച്ചായന്, ഇവിടുത്തെ എന്താ പറഞ്ഞ കോടീശ്വരന്, അദ്ദേഹത്തിന്റെ കൂടാണ് പോകുന്നത്. നമ്മളെ ചിറ്റൂർ ഡാമിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ. ചിറ്റൂർ ഡാം കുറെ വർഷങ്ങളായിട്ട് നിർത്തിവെച്ചാണ് കേരള സർക്കാർ അല്ലെ. അപ്പൊ അത് 2000 പരം ഏക്കർ, 2500 ഏക്കർ ഭൂമി കേരള സർക്കാരിന്റെ അധീനതയിലാണ് ഇപ്പൊ ഉള്ളത്, ഒരു PWയുടെ ഇതില്. അപ്പൊ എത്ര വർഷം ഇത് നിർത്തിച്ചിട്ട്? എനിക്ക് കൂടുതൽ ഏകദേശം 50 വർഷത്തിന്റെ അടുത്തായി. അതൊക്കെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. 50ന്റെ മേലായി പടി നിർത്തി വെച്ചിട്ട്. പക്ഷെ ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താന്ന് പറഞ്ഞാല്, ഡാം വരാണെങ്കിൽ ഈ അട്ടപ്പാടി എന്ന സ്ഥലം തന്നെ മൊത്തത്തിൽ മാറായിരുന്നു. ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിരുന്നു. അതിനുപരി ഇവിടുത്തെ ജനങ്ങൾക്ക് ഓക്കെ. ഇനി ഈ പണി നടന്നിട്ടില്ലെങ്കിൽ ആദ്യം ഇവർക്കുള്ള ബുദ്ധിമുട്ട് എന്താന്ന് പറഞ്ഞാല്, ഇത്രയും കൃഷിഭൂമി 2500 ഏക്കർ കൃഷിഭൂമിയാണ് അധീനതമായിട്ട് കിടക്കുന്നത്. ഇവിടെ ഈ കൃഷി നടക്കുകയാണെങ്കിൽ പച്ചക്കറിക്കും അതുപോലെ കുരുമുളക്, അതുപോലെ വന്യമൃഗത്തിന്റെ ശല്യം ഈ 2500 ഏക്കറിൽ വന്യമൃഗങ്ങൾ, ആന ഇല്ലാത്തതൊന്നുമില്ല, എല്ലാ സാധനവും ഉണ്ട്. അത് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. പിന്നെ ഈ ഇവിടെ ഇറങ്ങി കന്നാലി ആടിനൊക്കെ പിടിച്ചു പോകണം. അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. കേരള സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള വീഡിയോ ആണ്. അപ്പം അത് മാക്സിമം ഒന്നെങ്കിൽ അത് ഡാം പണിയാ, അതെ, അല്ലെങ്കിൽ ആ ഡാം അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ഈ കൃഷിക്കാർക്ക് എടുത്തോരെ മടക്കി കൊടുക്ക എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. സർക്കാർ പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഗഡുക്കളായിട്ട് തിരിച്ചടയ്ക്കാനും പറയാം. അതെ, ഞാനിപ്പോ എന്തായാലും ആ സൈറ്റിലൊക്കെ പോകുന്നത്, ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് അവിടെ നിന്ന് പറയാം. അതിനു മുമ്പ് ഞാനിതാ ഇന്ന് രാവിലെ ഭക്ഷണം കഴിക്കുന്നത് ഈ ഹോട്ടലിലാണ്. ഹോട്ടലിന്റെ പേര് ഫ്രണ്ട്സ് ഹോട്ടൽ ആൻഡ് സ്റ്റോർ എന്നാണ്. ഞാൻ ഇന്നലെ ഇവിടെ ഭക്ഷണം കഴിച്ചിരുന്നു. അടിപൊളി പുട്ടും എന്താ പറയാ കടലും പൊറാട്ടയും ഞാൻ കഴിച്ചു. അടിപൊളി നല്ല കടലക്കറി എനിക്ക് ഇഷ്ടപ്പെട്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് വീണ്ടും ഈ ഹോട്ടലിലേക്ക് വരുന്നത്. എൻ്റെ വണ്ടി ബാക്കിലുണ്ട്. അപ്പൊ ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഇവിടുത്തെ അട്ടപ്പാടിയിലെ വലിയൊരു പണക്കാരനുണ്ട്, തോമസ് സാർ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തിന്റെ വീട്ടിലൊക്കെ ഞാൻ ഇപ്പോൾ പോകുന്നത്. അദ്ദേഹത്തിനെ വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ മിക്കവാറും ജീപ്പിലായിരിക്കും ഞാൻ പോകുന്നത്. ഞാനിപ്പോ നിൽക്കുന്നത് ചിറ്റൂർ എന്ന സ്ഥലമല്ല, അതായത് അപ്പൊ ഞാൻ അട്ടപ്പാടിയിലെ ചിറ്റൂരിലുള്ളത്. പാലക്കാട് ജില്ലയിൽ തന്നെ ചിറ്റൂർ എന്ന് പറയുന്ന 2 സ്ഥലമുണ്ട്. ഒന്ന് കൊല്ലങ്കോട് ചിറ്റൂരുണ്ട്, അത് വലിയ ചിറ്റൂരാണ്. അപ്പം ഗൂഗിളിലൊക്കെ അടിക്കുമ്പോൾ ആള് ശ്രദ്ധിക്കേണ്ടത് അട്ടപ്പാടി ചിറ്റൂർ എന്ന് അടിക്കണം. മറ്റേ പാലക്കാട് ചിറ്റൂർ ഡയറക്റ്റ് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ചിറ്റൂർ അടിക്കുമ്പോൾ ചിറ്റൂരിലേക്ക് ആയിരിക്കും പോവാ, ഒറിജിനൽ ചിറ്റൂര്. പിന്നെ അതേമാതിരി തന്നെ പാലക്കാട് ജില്ലയിൽ കൺഫ്യൂഷൻ ആക്കുന്ന വേറൊരു പേരും കൂടിയുണ്ട്. ഒന്ന് നമ്മളെ പാലക്കാട് അതിർത്തി, തമിഴ്നാട് അതിർത്തിയിലുള്ള ഷോളയാർ ചെക്ക് പോസ്റ്റ്. ഓക്കെ, അതേമാതിരി തന്നെ ഇവിടെ ഉണ്ട് ഷോളയൂർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട്. ഷോളയൂർ നല്ല കാപ്പിത്തോട്ടങ്ങളും നല്ല കൃഷിയുള്ള സ്ഥലം, നല്ല തണുപ്പുള്ള സ്ഥലമാണ്. അവിടെ ഞാൻ ഇന്നലെ പോയിരുന്നു. ഇന്നലത്തെ വീഡിയോ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, അതൊന്ന് കണ്ടു നോക്കാം. അടിപൊളി സ്ഥലമാണ്. അതേമാതിരി അതും ഗൂഗിളിൽ അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഷോളയൂർ കേട്ടോ. അപ്പൊ ഞാൻ ഇന്നും ഭക്ഷണം കഴിക്കാൻ പോവാണ്. ചേച്ചിയാണ്ട് ഓണർ. ചേച്ചിക്ക് കുറവാണ്. ചേച്ചി മറ്റേ ഫേമസ് ആവണ്ടെന്നാ പറയുന്നത്. ചേച്ചിയുടെ ഷോപ്പാണ് ഇത് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ബോബിയുടെ ഫാദർ. ഞാൻ 3 ദിവസമായി ഇപ്പം അട്ടപ്പാടിയിൽ താമസിക്കുന്നത് ഇദ്ദേഹത്തിന്റെ കൂടാണ്. ചെറുപ്പക്കാരൻ കേട്ടോ, വളരെ കഴിക്കാൻ പോകുന്ന കല്യാണം ഒന്നല്ല, കോഴിക്കോട് ഞാൻ 2 നോക്കുന്നുണ്ട്. അമ്മച്ചി കേക്കണ്ട കേട്ടോ. അപ്പം ആർക്ക് അട്ടപ്പാടിയിൽ വരാണെങ്കിൽ
സഹോദരൻ എന്ന് വിളിച്ചാൽ മതി കേട്ടോ, സഹോദരൻ. അത് തന്നെ സഹോദരൻ എന്ന് പറഞ്ഞാൽ മതി. അദ്ദേഹത്തിന്റെ പേര് ഇപ്പൊ എനിക്ക് ശരിക്കും അറിയില്ല. അവിടെ നിന്ന് ഇവര് പുലിയരെ അവര് ഞാൻ പറയില്ലേ പുലിയരെ അപ്പോ പുളിയര് എല്ലാ അപ്പോ നേപ്പാളിലല്ല, സോറി, മറ്റേ അട്ടപ്പാടി വരുന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിക്കുക. ഇദ്ദേഹത്തിന്റെ സ്നേഹം കണ്ടറിയാം. സ്നേഹത്തിന്റെ മേലെ നമ്മൾ പിന്നെ നമ്മള് 75 വയസ്സുണ്ട് കേട്ടോ. കണ്ടാ തോന്നാം അധ്വാനശീലാണ്. കോഴിക്കോട്ടുകാരൊക്കെ കണ്ട് പഠിക്കേണ്ട ഒരു സംഭവമാണ്. അതായത് വയനാട്ടുകാരും ഞാൻ സമ്മതിച്ചിട്ടുണ്ട് കേട്ടോ അധ്വാനിക്കാൻ. അതുപോലെ ഇവരെ ശരിക്കും നാട് പാലാണ് അല്ലേ? പാലയല്ല, കോതമംഗലം നിങ്ങൾ പറഞ്ഞു. പാലക്കാരും നല്ല പണിയെടുക്കുന്നല്ലോ. പാലക്കാട് ചേട്ടന്മാര് അപ്പാപ്പന്മാര് പാലക്കാട് ഒടുക്കത്തെ പണിയാ. പക്ഷെ അതിനെ കവച്ച് വെക്കുന്ന പണിയാണ് നിങ്ങൾ എടുക്കുന്നത്. പാലക്കാട് കൃഷി നല്ല ഏലം അല്ല, ഏലത്തിന്റെ അല്ല അല്ലെ, കുരുമുളക്, കാപ്പി, കുരുമുളകത്തിന്റെ ഒക്കെ ഒരു എന്താ പറയാ റിസോർട്ടൊക്കെ ഉണ്ട്. ഞാൻ അങ്ങോട്ട് പോവാ കേട്ടോ. അങ്ങനെ പോയിട്ട് അതിന്റെ ഒരു വീഡിയോ നമുക്ക് എടുക്കാം. അപ്പൊ ഞാൻ എന്തായാലും ഭക്ഷണം കഴിച്ചല്ല. ഏത് കുരങ്ങ്? കുരങ്ങ് ഇപ്പൊ എല്ലാ ഭാഗത്തുള്ള എല്ലാ നമ്മളെന്നെ മൊത്തം കുരങ്ങന്മാരല്ലേ. അപ്പം എന്ത് ചെയ്യാനാ. എന്തായാലും നമുക്ക് ആ എന്താണ് അട്ടപ്പാടി ഡാമിലേക്ക് പോവാ. അല്ല, അട്ടപ്പാടി ഡാം എന്താ പറയാ, ചിറ്റൂർ ഡാം. അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങൾ അറിയാം. അത് വന്നിട്ട് ഭക്ഷണം ഒന്ന് കഴിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ.